അപ്പൊ ഞങ്ങള് ഇന്നും ഒരു നീണ്ട യാത്രയിലാണ്. കുറച്ച് കൂടുതൽ പോവാണ്ട്. എന്നും സർപ്രൈസ് ഉണ്ട്. നാളെ പറയാ അറിയാല്ലേ. അപ്പോൾ ഇന്നിതാ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഉച്ചയാവാനായിട്ടുണ്ട്. രാവിലെ ഒരുങ്ങി ഇത്ര നേരമായി. ഇന്നത്തെ എന്തായാലും സർപ്രൈസ് ആണ്, ആരും വിചാരിക്കാത്ത. നമ്മളവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചിട്ട് അപ്പൊ തന്നെ സർപ്രൈസ് പൊളിച്ചാൽ ശരിയല്ല. സർപ്രൈസ് കുറെ ആൾക്കാർക്ക് അറിയാട്ടോ. നമ്മളെ വാട്സാപ്പിൽ വീട്ടിലൊക്കെ അറിയാം. വെക്ക് ഞങ്ങള് പോയിട്ട് നമുക്ക് കാണാട്ടോ എന്താണ് സംഭവം എന്ന്. ഒക്കെ എടുത്തലേ നോക്കട്ടെ. എന്തായാലും ഇപ്പൊ രാത്രിയാവും എത്താന്. റെഡി റെഡി അല്ലേ? വെള്ളം എടുത്തോ? വെള്ളം ഹോട്ടലൊന്നും ഉണ്ടാവും തോന്നില്ല. ഭക്ഷണം കിട്ടോ? എടുത്തില്ലല്ലേ? ഭക്ഷണം കിട്ടോ? ഭക്ഷണം എടുത്തിട്ടില്ല. അത് കഴിച്ചിട്ടാ പോണത്. 12 മണി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ കഴിച്ചിട്ട് പോലും നല്ലത് വിചാരിച്ചു. നമുക്ക് പോകുമ്പോ അങ്ങനെ കാണാം. നമ്മൾക്ക് 3 മണിക്കൂറായിട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ എത്തി. ഇപ്പൊ ഉള്ളത് ഗുരുവായൂരാണ്. 3 മണി സമയമായി. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലാണ് കേട്ടോ. അമ്പലത്തിലെത്തിയില്ല, പാർക്കിംഗ് ഏരിയയിലാണ്. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങാണേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഇടയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പട്ടാമ്പി കുന്നംകുളം വഴിയാണ് വരുന്നത്. അപ്പോൾ തെറ്റൊന്നുമില്ല, നേരിട്ട് നമ്മൾ കറക്റ്റായി എത്തി. വന്ന കാര്യം ഇനി നമ്മൾ മറച്ചേക്കണില്ല, കുറേ സർപ്രൈസ് ചെയ്യുന്നത് പറയാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 10 ദിവസത്തെ ഉത്സവത്തിൽ ഇവിടെ നമുക്ക് സ്റ്റേജിൽ വേണ്ട പ്രോഗ്രാമൊക്കെ നമുക്ക് അവതരിപ്പിക്കാം. അപ്പോൾ നമ്മൾ തിരുവാതിര കളിക്ക് കുറേ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടേന്നു. മാസങ്ങളായി. അപ്പോൾ കിട്ടോ ഇല്ലേന്ന് ദൈവത്തിൻ്റെ അടുത്തേന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2000 തിരുവാതിര ഇവിടെ കളിക്കാൻ പേര് രജിസ്റ്ററിലുണ്ട്. അങ്ങനെ 400 ആളെ സെലക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ 400 ആളേൽ നമ്മുടെ പേരും വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. സന്തോഷമാണ്. ഈ 2 ദിവസം കൊണ്ട് അത് അറിഞ്ഞത്. ഈ ഡേറ്റ് നാളെ കിട്ടിയത്. നാളെ കേട്ടോ ഡേറ്റ് 3-ാം തീയതി 6 മണിക്കാണ് കളി. അപ്പൊ നമ്മുടെ ടീം വരുന്നുള്ളൂ. ഞങ്ങള് മുന്നേ തൊഴാൻ വേണ്ടിയിട്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ഇവിടെ ഒരുക്കിയെന്ന് കേട്ടോ. ഒരു ചേച്ചി നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചി, അന്ന് നമ്മൾ ആ പരസ്യമൊക്കെ ചെയ്തില്ല, ലിബാമിന്റെ കാര്യമൊക്കെ. നമ്മളെ ചേച്ചീന്റെ ബന്ധുക്കാര് മരിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പൊ ചേച്ചിക്ക് ഒരു മരണം വന്നു, അച്ഛമ്മ മരിച്ചു പറഞ്ഞു. അപ്പൊ നമുക്കതൊരു മിസ്സായി. അവിടെ നിൽക്കാൻ പറ്റൂല. നമ്മൾ തൽക്കാലം ഇവിടെ നമ്മളെ അനിയത്തിക്കുട്ടീന്റെ വീട് തന്നെ. അമ്മ എവിടെ നിൽക്കും? നമ്മളെ ഇവിടെ നമ്മളെ അനിയത്തിക്കുട്ടീന്റെ വീടുണ്ട് ഇവിടെ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 10 രൂപ പോയിന്റില് കുറച്ചുള്ളൂ, ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. നമുക്ക് അവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യണ്ട. അപ്പോൾ അതായത് നമുക്ക് തൊഴാൻ പറ്റുമോ നോക്കാം, നമുക്കൊന്ന് പോയി നോക്കാം. നല്ല തിരക്കാണ്. ഇപ്പോൾ ഭയങ്കര ഉത്സവം നടക്കല്ലേ. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാര്യം മറച്ചു വെച്ചത്. കുറേ ദിവസമായി നമ്മളെ ഡാൻസും പ്രാക്ടീസൊക്കെ തുടങ്ങിയത്. കിട്ടുമോന്ന് അറിയില്ലേന്നല്ലോ. അപ്പോൾ പ്രാക്ടീസ് ആകുമ്പോൾ പറയാതിരുന്നതായിരുന്നു. പ്രാക്ടീസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ബാക്കി വിശേഷമൊക്കെ നമുക്ക് കാണാം കേട്ടോ. നാളെ രാവിലെ ഒന്ന് കളി, നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് കാണാം. ശരി എന്നാലേ. ഉള്ളില് തൊഴുത്ത് ഇറങ്ങിട്ടോ. അതിന്റെ വിശേഷം പറഞ്ഞുതരാം. ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പൊ എന്താ പറഞ്ഞേ? എനക്കെന്താ വേണ്ടേ? ഒന്ന് കേക്കില്ല. വിശേഷം നമുക്ക് പുറത്തുനിന്ന് പറയാട്ടോ. കേൾക്കണല്ലേ? മസാല ദോശ. എങ്ങനെയുണ്ട് മസാല ദോശ? അപ്പൂസ് എന്താ വെച്ച്? മസാല ദോശ എങ്ങനെയുണ്ടമ്മ? നല്ല രസത്തിലൊന്ന് ചായ കുടിച്ച് ഇറങ്ങിട്ടോ. ഇനി നമുക്ക് നമ്മുടെ അനിയത്തിക്കുട്ടീൻ്റെ വീട്ടിലേക്ക് പോകണത്. അപ്പോൾ ഓൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാം. ഇവിടെ നിന്നിട്ട് വേണം പോകാൻ. കുറേ ഉണ്ടല്ലേ? കടയിൽ എന്ത് വാങ്ങുന്ന അറിയില്ലല്ലേ. നല്ല തിരക്കാട്ടോ.
പിന്നെ ഏറ്റവും ഒന്ന് പറയാനുള്ളത്, ഇത്രയും വർഷം ഇത്രയും വയസ്സായിട്ടും ഇന്നാണ് ആദ്യമായിട്ട് ശരിക്ക് കാണുന്നത്. തിരക്കുണ്ട്, പക്ഷെ ശരിക്കും നമുക്ക് കാണാൻ പറ്റി. എല്ലാം കൊണ്ടും ഭാഗ്യാണ്. ആ അത്രയും അടുത്തുനിന്ന് തന്നെ അത്രയും ശരിക്കും നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പൂസും കണ്ടില്ലല്ലോ? ഇല്ല, അമ്മ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അപ്പത്തിന് എന്താ പറയുക, അമ്മേനെ എടുക്കണം. അമ്മേനൊക്കെ നമ്മളെ വീഡിയോ കാണണം. പിന്നെ അമ്മേനെ അടിപൊളിയാവും കേട്ടോ, റിയൽ അടിപൊളിയാണ്. ബോംബെയിലല്ലേ? നാളെ കാണാൻ നമുക്ക് ഇതിൽ കണ്ടോണ്ട്. എന്താ ഇന്റെ അനിയത്തിക്കുട്ടിക്ക് എന്താ വേണം? അനിയത്തിക്കുട്ടി എന്നാണ് ആരും അറിയാം? നമ്മളെ സദാനന്ദ കുട്ടിച്ചല്ലേ? ഏതാണ് ഏതാണ്? ഇതിങ്ങനെ മൊത്തമായിട്ട് കിട്ടണതാ. ഓ അങ്ങനെ പ്യൂർ ഫൈബർ അതല്ലേ? ഇതിനൊക്കെ എത്ര? 4200 ഒരു ലാസ്റ്റ്. അത്ര വേണ്ട. എന്റെ വീട്ടിലുണ്ട്. ഇല്ല, ഊഞ്ഞാലില്ല, നമ്മളെ വീട്ടിലുണ്ട്. ഇതിനൊക്കെ എത്ര? ഇത് 670. നോക്കുമ്പോ എവിടെ നോക്കാ എന്താ ഗിഫ്റ്റ് എന്നല്ലേ? അടിപൊളി അടിപൊളിയല്ലേ? അപ്പൂസിന്റെ സെലക്ഷൻ ആട്ടോ. അപ്പൂസിയുടെ മതി എന്ന് പറഞ്ഞ നല്ല വലിപ്പമുണ്ടല്ലേ? ഇത് ബാക്കായിക്കോട്ടെ കേട്ടോ. അപ്പൂസ എന്തൊക്കെയാ പഠിക്കണേ? ചേച്ചി അമ്മായിക്ക് പഠിക്ക? അമ്മായിന്റെ കുട്ടീനെ എന്താ പഠിച്ച? അമ്മയ്ക്ക് ഒന്നുകൂടി കടിക്കാമ്മ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാ എന്താ പേര് പറഞ്ഞു? ഫേസ്ബുക്കിൽ കാണാണ്, യൂട്യൂബ് കണ്ടിട്ടില്ല. അമ്മ ഇരിക്കില്ല നിങ്ങള്? വെള്ളം കുടിക്കാനാ? വെള്ള സർവത്ത് കുടിക്കണേ ഞങ്ങള്. അപ്പൊ ഭക്ഷണം മതി. സോഡ സർബത്ത് ഉണക്ക് നല്ല രസമുണ്ടാവും. വേണ്ട? അപ്പൂസിന് എന്താണ്ട് ഒരാൾക്കറിയാം, നമ്മളെ ഫേസ്ബുക്ക് വീഡിയോ ആണ് ആളല്ലേ? കാണാൻ സമയമല്ലേ? കടയിലല്ലേ? പക്ഷെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. 1-2 നമ്മള് അവിടെ ഉള്ളിൽ നിന്ന് കണ്ടു. പിന്നെ ഫോൺ അവിടെ കൊടുത്തേൽപ്പിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ നേരെ പോകണം കേട്ടോ. വിഗ്രഹം നമ്മളെ ചെറിയ സർപ്രൈസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പോലെ നേരെ പോവാ. അടുത്തല്ല, കുറച്ചൊരു 10 മിനിറ്റ് യാത്ര ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ നമ്മളെ എളവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ആ സ്ഥലം എത്ര ഉള്ളൂ. അനിയത്തിക്കുട്ടിന്റെ വീട്ടിലേക്ക് പോയോണ്ടിരിക്കാണ്. നമ്മൾ ആദ്യമായിട്ട് പോണത്. അതുകൊണ്ട് തന്നെ ഈ വഴി നമ്മൾ വന്നിട്ട് തന്നെയല്ല.
അപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ഉത്സവം ഉണ്ട്, നല്ല തെയ്യൊക്കെ കെട്ടിയിട്ട് കാണാണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് എടുക്കാൻ കിട്ടില്ല. ഞാൻ ഫോണൊക്കെ എടുത്ത് വിളിക്കുന്നത്. നമ്മള് പെട്ടെന്ന് പോരും കേട്ടോ, ഒരു 2 മണിക്ക് 1 മണിക്കൊക്കെ പോരും. അതെ, നമ്മള് നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും. നമ്മളെ പരിപാടിക്ക് നമുക്ക് ഒരുങ്ങണ്ടേ. അപ്പോഴേക്കും നമ്മളിത് തിരിച്ചിങ്ങോട്ട് പോരും കേട്ടോ. റൂട്ടൊക്കെ മാപ്പൊക്കെ നോക്കിയിട്ട് പോരുന്നേ. ഞങ്ങളപ്പോ മോട്ടിന്റെ അടുത്ത് എത്തി. നമ്മളെ അനിയത്തി കുട്ടീന്റെ അടുത്ത്. അച്ഛനാണ് അച്ഛനൊക്കെ നാളെ ക്ലബ് പോരുന്നുണ്ട്, തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ഒരു മാങ്ങ ഉണ്ട്. എന്തേലൊക്കെ പറയും. അച്ഛന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ മോട്ടീന്. അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതല്ലോ. നാളത്തെ വീട്ടിൽ നമുക്ക് കാണേ. ഞാൻ ചെന്നും കണ്ടോളൂ, ആൾക്കാരറിയാലോ. ഇന്ന് ഇവർക്ക് ഇവിടെ ഉത്സവം ഉണ്ട്. നമ്മളെ ചത്തങ്കോട്ടുപുറം താല്പര്യം പോലത്തെ ആണോ നമ്മള് പോരുമ്പോ കാണിച്ചത് ഞാന് അവിടെ. അപ്പൊ അതിന്റെ ബാക്കിയാണ് 7ാം വേല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലവിടെ ഉത്സവം നാളെ. അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കണ്ടില്ലേ, അവിടെ കാവടിയൊക്കെ ഞാൻ കണ്ടു. കൃഷ്ണന്റെ എന്തൊക്കെ പരിപാടി. അതെ, ഞാൻ കുറച്ചും കൂടെ എത്തിയിട്ടാണ് അതാ പറഞ്ഞു. ഒന്നാള് മുഖത്ത് കൊറേ ആൾക്കാർ എന്നാലും കൊറേ മുഖത്ത് പൊട്ടിട്ടപ്പോഴേ ആൾക്കാരെ അറിഞ്ഞിട്ടില്ല ഒറിജിനൽ തിരുവാലത്തെ പറഞ്ഞു കൊടുക്കും. നമ്മളെ തിരുവാലിത്തെ കുട്ടിച്ചനില്ലേ, നമ്മള് സാധാരണ കുട്ടിച്ചൻ. നമ്മളെ വീട്ടില് വന്ന് എപ്പോഴും ഇടയ്ക്ക് വരുന്നത്. ഞങ്ങൾ അവിടേക്ക് പോണത് മാസം പോലുണ്ട്. പിന്നെ ഞാനൊക്കെ ഉപരി നമ്മളെ തിരുമാങ്കല്ലും പാത്രം കഴിക്കുന്ന സാധനമൊക്കെ ഉണ്ടായി തന്നില്ലേ, അതിന് കുറെ കമന്റ് ഒക്കെ വന്നിരുന്നു. അതാണ് പറയണത്. അപ്പൊ സാധാരണ കുട്ടിച്ചന്റെ മൂത്ത മോള് വന്നിട്ടില്ല കേട്ടോ. കുടിക്കണ്ടേ, നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ വന്നില്ല. ഹോസ്പിറ്റൽ കേസ് ഉണ്ടോ? അവൾക്കൊരു കുട്ടിയാണ്, ചെറിയ കുട്ടി. അവിടെ ഫോണിൽ കളിക്കാണ്. തിരുവാതിരക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ നാളെ ഒരുങ്ങി നിൽക്കുക. സ്ഥലത്തിന്റെ പേരെന്താ? ഇളവള്ളി. ഞങ്ങള് കൊറേ ഇരുന്ന് പഠിച്ചതോ. ഇവിടൊക്കെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോ വീഡിയോ കണ്ടതിന് ശേഷം കണ്ട ആൾക്കാരെ കൊറേ ആൾക്കാരാണ്. പറ്റില്ലേ, പെട്ടെന്ന് വന്നിട്ട് കൈനെ പിടിക്കുമ്പോ കണ്ടു. അതാണ് നമ്മളെ കാണുമ്പോ നമ്മളെ തിരിച്ചുള്ള സന്തോഷല്ലേ. ഇപ്പൊ ഇവരൊക്കെ ഉത്സവത്തിന് പോകാൻ നിൽക്കണം. നമ്മള് കാരണം അവർക്ക് വൈകുന്നുണ്ട്. പക്ഷെ എന്നാലും രാവിലെ 3 മണിക്ക് നീക്കേണ്ടി വരും. ഞങ്ങളപ്പ നീക്കൂലേ? അച്ഛനെ കൊണ്ടാ ഞാൻ വിളിപ്പിക്കാൻ പറയാ. ശരിക്കും അല്ലേ പണിക്കുമ്പോ 6 മണി പണി അതോ അല്ല, എവിടേക്കെങ്കിലും പോണെന്ന് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ അച്ഛാ വിളിക്കണട്ടോ അപ്പൊ അച്ഛൻ വന്ന് വിളിക്കാം. ഇനി ജിഷ്ണുവിന്റെ വണ്ടിന്റെ പേര് കൊടുത്ത എവിടെ? ജോണീസ് പറഞ്ഞ എവിടെ? എടപ്പാടി എന്താ പറയാ? ഇവിടെ തൃശ്ശൂർ തൃശ്ശൂരോട് അടുത്താലേ. അപ്പൊ തൃശ്ശൂർ റൂട്ടിനോടുന്നത് ജോണീസ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഗുരുവായൂരിന്ന് 10 കിലോമീറ്റർ ഇല്ല അങ്ങോട്ടില്ല. ഗുരുവായൂരിന്ന് 10 കിലോമീറ്റർ ഇങ്ങോട്ട് ഫുൾ ആയിട്ടില്ല. വിശേഷങ്ങളായിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് വരാട്ടോ. അവര് പോയിക്കോട്ടെ. അതാ മൂലക്ക് ഇരിക്കുന്നത്. ഇവിടെ വന്നപ്പോ മൊത്തം കൃഷ്ണന്മാരാണ്. ഇവിടെ ഒരാള് പിന്നെ ചുമരമലൊക്കെ ഉണ്ട്. ബാക്കിലുണ്ട്. ഇനിയിപ്പോ ഇതിന് വേറെ സ്ഥലം ഉണ്ടാക്കേണ്ടി വരും. അതിന് വേറെ സ്ഥലം ഉണ്ടാക്കേണ്ടി വരും. ഇപ്പൊ ഉറങ്ങല്ലേ? ഞാൻ കണ്ടോ, മനസ്സിലായോ? ശരിക്കും എനിക്ക് കാണാം.
ഇവിടെ വാ. അപ്പൊ അടി ഹായ് കൊടുക്ക്. ഹായ് കൊടുക്ക്. ഞാൻ ഫോട്ടോ എടുക്കണം. ഹായ് കൊടുക്ക്. ചേട്ടൻ ഹായ് കൊടുക്ക്. ഓ മൈൻഡ് ചെയ്യല. നിങ്ങൾ പോയി വരും കേട്ടോ. ശരി, ഞാൻ പോയിട്ട് ഇറക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ എല്ലാരും ഇവിടെ കടക്കല്ല കേട്ടോ, ഞങ്ങള് ഉള്ളിലാ കടക്കുക. ഇപ്പൊ ഒന്നും ഇവിടെ തണുപ്പിന് വേണ്ടിട്ടേ ഭയങ്കര ചൂട്. ഇതാ നമ്മുടെ കൃഷ്ണന്റെ ഇവിടെ കൊള്ളായിട്ട് ഭയങ്കര ഇതായി വെക്കാനില്ലേ, നല്ല വലിപ്പുണ്ട്, അതുകൊണ്ട് വയ്ക്കാൻ കഴിയിട്ടില്ല. സെറ്റാക്കിക്കോളും പറഞ്ഞിട്ട് അപ്പൂസ് മേലെ ഇടാൻ കയറിയതാണ്. ഞങ്ങളൊക്കെ കരുതി തണുപ്പിനോട് ഇരുന്നതാ. ഇനിയിപ്പോ എപ്പോഴാ ഒരു വിളിക്കല്ല, മറ്റേ നമ്മളെപ്പോഴുള്ള ടീം അതിലൊക്കെ ഭാവി കുട്ടിയൊക്കെ പോന്നിട്ടുണ്ട്. ഓലൊക്കെ ജോലി കഴിഞ്ഞ് ജോലി സ്ഥലത്ത് നിന്ന് വരിക. പിന്നെ ഞങ്ങൾ എപ്പോഴാ പോവാന്ന് അറിയില്ല. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക്. അപ്പോ സാർ പൊളിച്ചോ? മേക്കഴിക്കോ? കയ്യും കാലും കഴിക്കോ? അപ്പൊ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ക്ഷീണിച്ചിട്ട് ആകെ ക്ഷീണിച്ചു. പോവാ 2:30 അമ്പലത്തിക്ക് പോവാന്ന്. ഞങ്ങൾ പുലർച്ചെ പോട്ടെ. അപ്പം അഞ്ഞ് നല്ല ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പം നാളെ കാണാം അല്ലേ?